നമസ്കാരം. പാർലമെന്റിലെ ആദ്യ ദിവസം തന്നെ BJP യെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടികളുടെ ദിവസമായിരുന്നു. ഇത്രമാത്രം ദയനീയമായ ഒരു മുഖഭാവം നരേന്ദ്രമോദിക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ പാർലമെന്റ് മന്ദിരത്തിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനെത്തിയ MP-മാർ ഭരണഘടനയുമായി കടന്നു വന്നപ്പോൾ ജയ് ശ്രീരാം വിളിക്കാൻ ഒരു സംഘപരിവാറുകാരനും തയ്യാറായില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ NDA-ക്കൊപ്പം ഉണ്ടായിരുന്ന ചിലരൊക്കെ NDA വിട്ട് ഇന്ത്യ സഖ്യത്തിലേക്ക് ചാടാൻ തയ്യാറായിരിക്കുന്നു. ഇനി പ്രഖ്യാപനത്തിന്റെ കുറവ് മാത്രമാണുള്ളത്. അത് അടുത്ത ദിവസം തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒഡീഷയിലെ ബിജു ജനതാദൾ പാർലമെന്റിൽ അവർക്ക് ഇത്തവണ അംഗങ്ങളില്ല. ഒഡീഷയിൽ 20 സീറ്റിലും വിജയിച്ചത് BJP ആണ്. ഒരു സീറ്റിൽ കോൺഗ്രസുമാണ് വിജയിച്ചിരിക്കുന്നത്. എന്നാൽ രാജ്യസഭയിൽ ബിജു ജനതാദൾ ശക്തനാണ്. അദ്ദേഹത്തിന് 9 MP-മാരുണ്ട്. ഈ 9 MP-മാരോട് അദ്ദേഹം രാജ്യത്തെ സാധാരണക്കാരായുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. BJP-യുമായി സഹകരിക്കാൻ ഇനി തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിലേക്ക് എപ്പോൾ പോകും, എപ്പോഴാണ് അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാവുക എന്ന് മാത്രമാണ് എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇപ്പോൾ കാത്തിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ സഖ്യവും ബിജു ജനതാദളും തമ്മിൽ ചർച്ചകൾ ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ശക്തമായ പ്രതിപക്ഷമായി രാജ്യസഭയിൽ ഇനി ബിജു ജനതാദൾ ഉണ്ടാകും എന്ന കാര്യം ഏകദേശം തീരുമാനമായിരിക്കുന്നു. ഇന്നലെ BJP-ക്കേറ്റ തിരിച്ചടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചടിയാണത്. മറ്റൊരു തിരിച്ചടി വന്നിരിക്കുന്നത് അയോധ്യയിൽ നിന്ന് തന്നെയാണ്. അയോധ്യയിൽ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് ഒരു മതവിശ്വാസത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് പടുത്തുയർത്തിയ അയോധ്യയിലെ രാമക്ഷേത്രം അങ്ങോട്ട് വിശ്വാസികൾ ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ്. വിശ്വാസികൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ വരുന്നുണ്ട്. പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും വിമാന സർവീസുകൾ റദ്ദാക്കി, അതുപോലെ തന്നെ സ്പെഷ്യൽ ട്രെയിനുകൾ റദ്ദാക്കി. അവിടെ ഓടിയിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പോലും ഇനി അവിടെ ഓടണ്ട എന്ന തീരുമാനമെടുത്തിരിക്കുന്നു. കാരണം ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ BJP-യെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു വാർത്ത കൂടെ പുറത്തു വരികയാണ്. ക്ഷേത്രത്തിനകത്ത് വലിയ ചോർച്ചയാണ് നടക്കുന്നത്. അതായത് വലിയ അഴിമതി നടന്നിരിക്കുന്നു. മുഖ്യ പൂജാരി തന്നെ ഈ ചോർച്ചയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ അതൃപ്തി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതാണ് അവസ്ഥയെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ നിർമ്മാണ ചുമതലയുള്ള വ്യക്തി പറയുന്നത് അതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല എന്നാണ്. എന്തായാലും ഉത്തർപ്രദേശിലെ കോൺഗ്രസ് അധ്യക്ഷൻ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് BJP-ക്കെതിരെ ശക്തമായ ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുകയാണ്. അയോധ്യ അഴിമതിയുടെ ഹബ്ബായി മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സംഘപരിവാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രീരാമൻ കൈവെടിഞ്ഞു, ഘടകകക്ഷികൾ ഓരോരുത്തരായി ഇപ്പോൾ കൈവെടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ സഖ്യം കൂടുതൽ ശക്തരായി അവർ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് തന്നെ പാർലമെന്റിൽ നടുനിവർത്തി നിൽക്കുന്നു, നെഞ്ചു വിരിച്ചു നിൽക്കുന്നു. ഭരണം വേണ്ട, ശക്തമായ ഒരു പ്രതിപക്ഷമായി തന്നെ നിന്നാൽ മതി, ഞങ്ങൾക്ക് പലതും ചെയ്യാൻ കഴിയുമെന്ന് ഇന്ത്യ സഖ്യം ഇപ്പോൾ രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം BJP-യെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്യാമ്പിലുള്ള മുഴുവൻ ആളുകളും വലിയ നിരാശയിലാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, നരേന്ദ്രമോദിയുടെ ഒരു മുഖഭാവം വളരെ ദയനീയമായി പരാജയപ്പെട്ട അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ മുഖഭാവമാണ് ഇപ്പോൾ നരേന്ദ്രമോദിക്കുള്ളത്. നരേന്ദ്രമോദിയുടെ ഇഷ്ടാനുസരണം ഹിന്ദുത്വ ഭീകരവാദികളെ ഇവിടെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പലതും ചെയ്തു കൂട്ടിയിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒരു കാര്യവും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ ഒരാൾ പോലും ആദ്യ ദിവസമായിട്ട് പോലും പാർലമെന്റിൽ ജയ് ശ്രീരാം എന്നുള്ള ഒരു വാക്കുച്ചരിച്ചില്ല. അത് ഒപ്പമുള്ള മുന്നണിയിലെ മറ്റ് കക്ഷികളെ പേടിച്ചാണോ അതോ ശ്രീരാമനോടുള്ള വിരോധമാണോ എന്നൊന്നും പറയാൻ കഴിയില്ല. എന്തായാലും ശ്രീരാമൻ സംഘപരിവാരങ്ങളെ പൂർണ്ണമായും കൈയൊഴിഞ്ഞിരിക്കുന്നു. സംഘപരിവാരങ്ങൾ തിരിച്ചും അങ്ങനെ തന്നെയാണ് ശ്രീരാമനോട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഇതൊരു മതേതര രാജ്യമാണ്, ഇതൊരു മതരാജ്യമല്ല എന്ന് ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ളവർ നരേന്ദ്രമോദിക്ക് കൃത്യമായ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഘടകകക്ഷികൾ ഞാൻ പറഞ്ഞല്ലോ, ബിജു ജനതാദൾ ഇപ്പോൾ ഏറെക്കുറെ BJP വിട്ടു പോരാൻ തയ്യാറായിരിക്കുന്നു. ഇനി NDA-ക്കൊപ്പം ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. ഇന്ത്യ സഖ്യവുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് പറയുന്നു. അതേസമയം വരും ദിവസങ്ങളിൽ തെലുങ്കുദേശം പാർട്ടി, ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടി ഇന്ത്യ സഖ്യവുമായി ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ
അദ്ദേഹവും ഇവിടെ NDA മുന്നണി വിടാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.